ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റിൽ ഒരു അടിപൊളി ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ്. എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്ക് അതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ വിനെഗർ, 3 ടീസ്പൂൺ കോൺഫ്ലോർ, 2 ടീസ്പൂൺ മൈദ, ഒരു മുട്ട നമുക്ക് പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഈ സമയം നമുക്ക് ചില്ലി ചിക്കനിൽ വയറ്റി ചേർക്കാനുള്ള സാധനങ്ങൾ അരിഞ്ഞെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസ് അണിയനാണ് എടുത്തിരിക്കുന്നത്. എല്ലാം നല്ല സ്ക്വയറായിട്ട് വേണം ഇതിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട്. സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ക്യാപ്സിക്കം ആണ്. അതും അതുപോലെ തന്നെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കമാണ് ഞാൻ ഇതിന് എടുത്തിരിക്കുന്നത്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ, 1 ടീസ്പൂൺ ഗാർലിക് എന്നിവ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ജിഞ്ചറും ഗാർലിക്കും ഗ്രീൻ ചില്ലിയും ചേർത്ത് കൊടുക്കുക. അത് കുറച്ചൊന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അണിയൻ ചേർത്ത് കൊടുക്കുക. ഒരുപാട് ട്രാൻസ്പെറന്റ് ആവണ്ട, ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോഴത്തേന് അതിലേക്ക് നമ്മളുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ചു നേരം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ സോയാ സോസ് എന്നിവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറോട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളത്തിൽ 1.5 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് മിക്സ് ചെയ്ത് അതോട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു തിക്ക് കൺസിസ്റ്റൻസി വരാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
അത്യാവശ്യം നന്നായിട്ട് ഒരു 2 സെക്കൻഡ് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൂടുതൽ ഗ്രേവി വേണ്ടവരാണെങ്കിൽ നമുക്ക് 1 കപ്പ് വെള്ളത്തിന് പകരം 1.5 കപ്പ് വെള്ളം എടുത്ത് അതിലേക്ക് കോൺഫ്ലോർ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾക്ക് നല്ല സ്വാദിഷ്ടമായ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ബൈ.